അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി സത്യസായി സേവാ സംഘടനയുടെ സംസ്ഥാന മഹിളാ കോർഡിനേറ്റർ ശ്രീമതി ഉഷാഗരി ഇവിടത്തേക്ക് ക്ഷണിക്കുന്നു. ഓം ശ്രീ സായിറാം. എനിക്കും ഒരുപാട് അഭിമാനം തോന്നുന്നു. ഏത് വിധത്തിലാണ് ഇവിടെയുള്ള ചെറുപ്പക്കാരും മുതിർന്നവരും പണം സമ്പാദിച്ച് ഈ സമിതി പണിതുയർത്തിയതാണ് ആലോചിക്കുന്നത്. ഇവർ മറ്റുള്ളവർക്കെല്ലാം ഒരു മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ കൊല്ലത്ത് വലിയ ടൗണൊക്കെയാണ്. ഇത് വളരെ ഉൾനാടിനുള്ള ഒരു സ്ഥലമാണ്. എല്ലാത്തിനും ഒരു മാതൃക കാണിച്ചു കൊടുത്തത് കോട്ടാത്തല സമിതിയാണ്. ഇവിടെ കൺവീനർ സാറ് എൻ്റെ വീട്ടിൽ വന്നു ഈ കാര്യങ്ങളൊക്കെ പറയാൻ. വിളിക്കണം, വിളിച്ചു വരണം, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് ബാലവികാസത്തെ ഒന്ന് ശക്തിപ്പെടുത്തണേ. ഇവിടെ ഞാൻ ബാലവികാസ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണല്ലോ. എപ്പോഴും ബാലവികാസത്തിനെ കുറിച്ച് മാത്രം എന്റെ ചിന്ത. അപ്പൊ അതൊക്കെ ഇനി എല്ലാം ചെയ്യാൻ പറ്റും. കാലം നമുക്ക് കിട്ടിയല്ലോ, ഇനി എല്ലാം നന്നായിട്ട് ഇവിടെ നടക്കും എന്ന് സാറ് പറഞ്ഞു. ശരിയാ, എനിക്ക് സന്തോഷമുണ്ട്. നല്ലൊരു ബിൽഡിങ്ങോടെ എല്ലാവരും കൂടെ പണിത് ഉയർത്തി നല്ല ഇഷ്ടിക സിമെന്റെല്ലാം വെച്ച് ഇത് ഉറച്ചു നിൽക്കണമെങ്കിൽ ഇന്ന് നല്ലൊരു ബേസ് വേണം, ആധാരം. അത് സ്നേഹം. സ്വാമി എപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് സ്നേഹം കൊണ്ട് എല്ലാം നിലനിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോടത് പറയാനുണ്ട്. ഇത്രയും അധികം ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കുന്നപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി. ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ കെട്ടിടത്തിന് ഇളക്കം തട്ടാതിരിക്കണമെങ്കിൽ ഇത്രയും പേരുടെ സ്നേഹവും പ്രവർത്തനവും സന്മനസ്സും എല്ലാം ഇവിടെ ഉണ്ടായിരിക്കണം. സ്വാമി പറയുന്നുണ്ട്, 1, 2, 3, 4 പേര് സ്നേഹിക്കാനും ഒരാൾക്ക് ശരിക്കും സ്നേഹിക്കാനും ഒരാൾക്ക് കഴിയുള്ളൂ. ഒരുപാട് പേരെയൊന്നും റിയലായിട്ട് സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല. സ്വാമി പറയുന്നത് അതിനൊരു പരിഹാരം എന്താന്ന് വെച്ചാൽ യു യുവർസെൽഫ് ബിക്കം ലവ്. നീ തന്നെ സ്നേഹമായിട്ട് മാറുക. നീ തന്നെ സ്നേഹമായിട്ട് മാറിയ എന്താ? നീ തന്നെ സ്നേഹമായിട്ട് മാറിയ എന്താ ഉണ്ടാവില്ല? എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും.
എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ലവ് ഓൾ സെർവ് ഓൾ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഈശ്വരനാണ്. ഇതിന്റെ കുറവാണ് എല്ലായിടവും കാണുന്നത്.